പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റീഡിംഗ് ഓൺ മോഡേൺ അറബിക് പോയട്രിയിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. സെക്ഷൻ എ, അജിബ് അൻ അഷ്റത്തി മിനൽ അസ്ലത്തിൽ ആതിയത്തി ഫി കലിമത്തിൻ ഔ കലിമത്തിനി യഹ്മിലു കുല്ല വാഹിദ മിൻഹ അലാമത്തുൻ വാഹിദ. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് 10 ചോദ്യങ്ങൾക്ക് ഒരു പദത്തിൽ അല്ലെങ്കിൽ 2 പദത്തിൽ ഉത്തരം നൽകുക. എല്ലാത്തിനും ഓരോ മാർക്ക്. ഒന്നാമത്തെ ചോദ്യം, മാഹിയ അവലു സഹീഫത്തിൻ അറബിയ. ആദ്യത്തെ അറബി പത്രം ഏതാണ്? ആൻസർ അൽ വഖാഇ മിസ്രിയ. അൽ വഖാഇൽ മിസ്രിയാണ് മിസ്രിയയിലെ സംഭവങ്ങൾ എന്നർത്ഥമുള്ള അൽ വഖാഇൽ മിസ്രിയാണ് അറബിയിലെ ആദ്യത്തെ പത്രം. രണ്ടാമത്തെ ചോദ്യം, മാഹിയൽ ഹറക്കത്തുൽ അദബിയ്യത്തുല്ലത്തി അസ്സസഹ ജബ്രാൻ ഖലീൽ ജബ്രാൻ. ജബ്രാൻ ഖലീൽ ജബ്രാൻ ഏത് സാഹിത്യ പ്രസ്ഥാനമാണ്, ഏത് സാഹിത്യ മൂവ്മെൻ്റാണ് അദ്ദേഹം സ്ഥാപിച്ചത്? അസ്സസഹ ജബ്രാൻ ഖലീൽ ജബ്രാൻ. ജബ്രാൻ ഖലീൽ ജബ്രാൻ അടിസ്ഥാനമാക്കിയ സാഹിത്യ പ്രസ്ഥാനം ഏത്? ആൻസർ റാബിത്തത്തുൽ ഖലമിയ. റാബിത്തത്തുൽ ഖലമിയാണ് ജബ്രാൻ ഖലീൽ ജബ്രാൻ അടിസ്ഥാനമാക്കിയ ഹറക്കത്തുൽ അദബിയ, ലിറ്ററേച്ചർ മൂവ്മെൻറ്റ്. അടുത്ത മൂന്നാമത്തെ ചോദ്യം, വാഹിയ അവലു റിവായത്തിൻ അറബിയത്തിൻ ഫന്നിയ. അറബി കലയിൽ ആദ്യത്തെ നോവൽ ഏതാണ്? ആൻസർ സൈനബ്. മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ എഴുതിയ സൈനബാണ് ആദ്യത്തെ അറബി നോവൽ. അടുത്ത ചോദ്യം, മൻഹുവ സാഹിബു മസ്രഹിയത്തുൽ അൽ ബഖീൽ. അൽ ബഖീൽ എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആരാണ്? ആൻസർ മാറൂൻ നഖാഷ്. മാറൂൻ നഖാഷ് ആണ് അൽ ബഖീൽ എന്ന നാടകത്തിൻ്റെ രചയിതാവ്. അദ്ദേഹം തർജ്ജമ ചെയ്തതാണ്. മുഖ്തബിസത്തു മിൻ മോളിയൂർ, അതിൽ നിന്ന് തർജ്ജമ ചെയ്തതാണ്. അടുത്ത അഞ്ചാമത്തെ ചോദ്യം, മൈ അറഫു ബി റായിദുൽ മസ്ലഹത്തി ശഅരിയത്തിൽ അറബിയ. അറബി കാവ്യ നാടകത്തിൻ്റെ പയനിയർ എന്നറിയപ്പെടുന്നത് ആരാണ്? അറബി കാവ്യ നാടകത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ അഹ്മദ് ഷൗഖി. അഹ്മദ് ഷൗഖിയാണ് അറബി കാവ്യ നാടകത്തിൻ്റെ മുൻഗാമിയായി പയനിയറായി അറിയപ്പെടുന്നത്. ആറാമത്തെ ചോദ്യം, മാഹിയ അവ്വലു റിവായത്തിൻ കതബഹ ഹന്നാമീന. ഹന്നാമീന എഴുതിയ ആദ്യ നോവൽ ഏതാണ്? ആൻസർ അൽ മസാബിഹു സർഖ. അൽ മസാബിഹു സർഖ എന്ന് പറയാൻ അൽ മസാബിഹു സർഖ, ബ്ലൂ ലാംപ്സ് എന്നർത്ഥമുള്ള അൽ മസാബിഹു സർഖ ആണ് ഹന്നാമീന എഴുതിയ ആദ്യത്തെ നോവൽ. ഏഴാമത്തെ ചോദ്യം, മനില്ലദി അല്ലഫ കിതാബ് സൂറ മിൻ ഹയാത്തിൽ സ്വഹാബ. സ്വഹാബത്തിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ള രൂപം എന്ന കിതാബ് രചിച്ചത് ആരാണ്? ആൻസർ അബ്ദുറഹ്മാൻ റാഫത്തുൽ ബാഷ. അബ്ദുറഹ്മാൻ റാഫത്തുൽ ബാഷ ആണ് സൂറ മിൻ ഹയാത്തി സ്വഹാബ എന്ന കൃതി രചിച്ചത്, എന്ന കിതാബ് രചിച്ചത്. എട്ടാമത്തെ ചോദ്യം, മാതാക്കാൻ അഹ്മലു ഷാബു ഇൻദമാ മറബിൽ വാഹത്തി ഫി ഖിസ്സത്തില്ലദി അബ്തലൽ ഖുംബുല. ബോംബ് നിർവീര്യമാക്കിയ ആൾ എന്ന കഥയിൽ മുറ്റത്തുകൂടെ സഞ്ചരിക്കുകയായിരുന്ന യുവാവ് എന്താണ് ചുമന്നിരുന്നത്? ആൻസർ മിദിയാൻ സഗീറൻ, ചെറിയ റേഡിയോ ആയിരുന്നു ആ യുവാവ് ചുമന്നിരുന്നത്. ഒമ്പതാമത്തെ ചോദ്യം,
മാഹിൽ മുസ്രഹിയത്തുൽ മഅഖൂലത്തുല്ലതി കതബഹ തൗഫീഖുൽ ഹക്കീം. തൗഫീഖുൽ ഹക്കീം എഴുതിയ അസബന്ധ നാടകം ഏതായിരുന്നു? ആൻസർ യാ താലിഅ ഷജറ, മരം കയറുന്നവനെ എന്നർത്ഥമുള്ള യാ താലിബ ഷജറ എന്ന കൃതിയാണ് തൗഫീഖുൽ ഹക്കീം രചിച്ചതായ അസബന്ധ നാടകം. അടുത്ത 10ാമത്തെ ചോദ്യം, മൻഹുവ ഉമ്മു അനസ് ബിനു മാലിക്. അനസ് ബിൻ മാലിക്കിൻ്റെ ഉമ്മ ആരാണ്? ആൻസർ അൽ ഉമൈസ ബിന്തു മൽഹാൻ. മൽഹാൻ്റെ ഉമൈസ എന്ന ആളാണ് ഉമ്മു സുലൈം, അല്ലെങ്കിൽ ഉമ്മു സുലൈം എന്നും പറയാം. ഉമ്മു സുലൈമായ ഉമൈസ ആണ് മൽഹാൻ്റെ പുത്രി. മൽഹാൻ്റെ മകളായ ഉമൈസ ആണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ. 11ാമത്തെ ചോദ്യം, മൻഹുവ അവ്വലു അദീബിൻ അറബിയിൽ ഹസല ജായിസത്തി നോബൽ. ആദ്യമായി നോബൽ സമ്മാനം കരസ്ഥമാക്കിയ അറബി സാഹിത്യകാരൻ ആരാണ്? ആൻസർ നജീബ് മഹ്ഫൂദ്. നജീബ് മഹ്ഫൂദാണ് ആദ്യമായി നോബൽ സമ്മാനം ലഭിച്ച അറബി സാഹിത്യകാരൻ. 12ാമത്തെ ചോദ്യം, മനില്ലദീ യഫ്അലുഹുൽ മുവല്ലിഫു ബിറാത്തിബിഹി ഷഹീരി ഫീ ഖിസ്സത്തി സൂറത്തും മിൻ ഹയാത്തി മുവല്ലിഫ്. സൂറത്തും മിൻ ഹയാത്തി മുവല്ലിഫ്, ജീവനക്കാരൻ്റെ ജീവിതത്തിൽ നിന്നുള്ളൊരു ചിത്രം എന്ന കഥയിലെ ജീവനക്കാരൻ തൻ്റെ പ്രതിമാസ ശമ്പളം ഉപയോഗിച്ച് എന്താണ് ചെയ്യുന്നത്? ആൻസർ യുവസ്ഇഉഹു അല ദാഇനൈനി ലിയുഫിയ ദീനഹു. കടം വീട്ടുന്നതിനായി അയാൾ അത് കടക്കാർക്ക് വിതരണം ചെയ്യുന്നു. കടക്കാരൊക്കെയാണ്? അൽ ലിഹാമ് മാംസക്കാരൻ, അൽ ഖുബാസ് പച്ചക്കറിക്കാരൻ, ഖുബാസ് റൊട്ടിക്കാർക്ക്, അൽ ഖുദരി അതേപോലെ പച്ചക്കറിക്കാർക്ക്, അതേപോലെ അസ്സമാൻ മത്സ്യക്കാർക്ക്. അദ്ദേഹം കൊടുക്കുന്നത് കശാപ്പുകാർക്കും അതേപോലെ ബേക്കറിക്കാർക്കും അതേപോലെ പച്ചക്കറിക്കാർക്കും അതേപോലെ അസ്സിമാൻ പലചരക്ക് വ്യാപാരികൾക്കുമാണ് അദ്ദേഹം ചെയ്യുന്നത് കടം കൊടുക്കുന്നത്. അടുത്ത ചോദ്യം, 11ാമത്തെ ചോദ്യം, മൻഹുമ ശഖ്സിയാത്തു റഈസിയത്തു ഫി മസ്റഹിയത്തി ലഅബത്തുൽ മൗത്ത്. മരണക്കളി എന്ന നാടകത്തിൻ്റെ അടിസ്ഥാന കഥാപാത്രങ്ങൾ, മുഖ്യമായ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ആൻസർ മുഅർരിഖ് ക്ലിയോപാത്ര. ചരിത്ര രചയിതാവും അതേപോലെ ക്ലിയോപാട്രയുമാണ് കഥാപാത്രങ്ങൾ. നർത്തകിയായ റാക്കിസത്തായ ക്ലിയോപാട്രയും ചരിത്രകാരനുമാണ് കഥാപാത്രങ്ങൾ. 14ാമത്തെ ചോദ്യം, മാഹിൽ മജ്മുഅത്തുൽ ഖസസിയ്യത്തു നജീബ് മഹ്ഫൂദ് അല്ലത്തി തുഅതബറു സീറത്തുഹു ദാത്തിയ. നജീബ് മഹ്ഫൂദിൻ്റെ ഏത് ചെറുകഥാ സമാഹാരമാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയായി കണക്കാക്കപ്പെടുന്നത്? ആൻസർ അസ്ദാഉ സീറത്തു ദാത്തിയ. അസ്ദാഉ സീറത്തു ദാത്തിയയാണ് നജീബ് മഹ്ഫൂദിൻ്റെ ചെറുകഥാ സമാഹാരമായി കണക്കാക്കപ്പെടുന്നത്. ഒരു ആത്മകഥയുടെ പ്രതിധ്വനികൾ എന്നാണ് അസ്ദാഉ സീറത്തുൻ ദാത്തിയ എന്ന പദത്തിൻ്റെ അർത്ഥം, എന്ന ആത്മകഥയുടെ അർത്ഥം. 15ാമത്തെ ചോദ്യം, മല്ലദീ ലാ യസാലു യദ്ഹറു അലാ ബില്ലൂർ മിർആത്തുൽ കാതിബത്തി വയശ്ഇറുഹു ബിഹുദൂരിൽ മർഅത്തി ഫി മഖാലത്തി ഖബ്ലൽ ഇന്തിഹാർ. ഖബ്ലൽ ഇന്തിഹാർ, ആത്മഹത്യക്ക് മുമ്പ് എന്ന ഉപന്യാസത്തിലെ സ്ത്രീയുടെ എഴുത്തുകാരൻ്റെ മനസ്സിൽ കണ്ണാടിയിൽ എപ്പോഴും പ്രത്യക്ഷപ്പെടുന്നതും ഉപന്യാസത്തിലെ സ്ത്രീയുടെ സാന്നിധ്യം അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നതും എന്താണ്? വല്ലദീ ലാ യസാലു യദ്ഹറു അലാ ബില്ലൂൽ മർഅത്തിൽ കാതിബത്തി വയശ്ഇറുഹു ബിഹുദൂരിൽ മർഅത്തി ഫി മഖാലത്തി ഖബ്ല ഇന്തിഹാർ
എഴുത്തുകാരൻ്റെ മനസ്സിൽ കണ്ണാടിയിൽ എപ്പോഴും പ്രത്യക്ഷപ്പെടുന്നതും ആത്മഹത്യക്ക് മുമ്പ് എന്ന ഉപന്യാസത്തിൽ സ്ത്രീയുടെ സാന്നിധ്യം അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നതും എന്താണ്? ആൻസർ ആസാറു അസാബിഅൽ മർഅത്തില്ലത്തി അഹബ്ബഹ ഖൽബുഹു. അവൻ്റെ ഹൃദയം സ്നേഹിച്ച സ്ത്രീയുടെ വിരലടയാളങ്ങൾ. ആസാറു അസാബിഅൽ മർഅത്തില്ലത്തി അഹബ്ബഹ ഖൽബുഹു. അവൻ്റെ ഹൃദയം സ്നേഹിച്ച സ്ത്രീയുടെ വിരലടയാളങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.